പ്രവാചകനും സ്വഹാബത്തും ഉത്തമ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാരും തന്നെ ചെയ്യാത്ത കർമ്മം നിങ്ങൾ എന്തിനു ചെയ്യുന്നു? അത് ബിദ്അത്തല്ലേ? ബിദ്അത്ത് കൊണ്ടുള്ള വിവക്ഷയും എന്താണ് ബിദ്അത്ത് എന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടായി ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിക്കുന്നു, അൽ മുഹ്ദസാതു മിനൽ ഉമൂരി ദർബാൻ. പുതുതായി ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി വിഭജിക്കാം. അതായത് ബിദ്അത്തിനെ രണ്ടായി വിഭജിക്കാമെന്ന് പറഞ്ഞ് ഇമാം ഷാഫി തങ്ങൾ പറയുകയാണ്, അഹദുഹുമാ മാ അഹ്ദസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. ഒന്ന് പ്രമാണങ്ങളായ ഖുർആന്, സുന്നത്ത്, അസർ, ഇജ്മാ എന്നിവക്ക് വിരുദ്ധമായി ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതാണ്. ഫഹാദിഹിൽ ബിദ്അത്തുൽ വലാല. ഇത് പിഴച്ച ബിദ്അത്താണ്. എന്നാൽ മേൽപ്പറഞ്ഞ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത നിലയിൽ പുതുതായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ. ഇവ ആക്ഷേപാർഹമല്ലാത്ത നല്ല ബിദ്അത്തുകളാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ നബിദിനം തള്ളേണ്ട ബിദ്അത്താണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നബിദിനം എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രമാണങ്ങൾക്ക് എതിരാവുന്നതെന്ന് പറയേണ്ടതുണ്ട്. നബിതങ്ങൾ ചെയ്തോ സ്വഹാബത്ത് ചെയ്തോ എന്നാണ് അടുത്ത ചോദ്യം. നബിതങ്ങളെ സ്നേഹിച്ച സ്വഹാബാക്കളെ പോലെ നമുക്കാവാൻ പറ്റുമോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റസൂലിന്റെ നാട്ടിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് ആരേലും മാലിക് തങ്ങളോട് ഇത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, പിന്നെ എന്തിനു നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തമുണ്ടോ? സ്വഹാബികൾ റസൂലിനെ കൊണ്ട് എന്നും സ്നേഹിച്ചവരാണ്. അവരവരുടെ സ്നേഹം പല രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ റസൂലിന്റെ പല്ല് പൊട്ടിയപ്പോൾ സ്വന്തം പല്ല് പൊട്ടിച്ചവരുണ്ട്. അവരോട് റസൂലിന്റെ കൽപ്പനയാണോ അത്? അല്ല, അവർ നബിയോടുള്ള മുഹബ്ബത്ത് കൊണ്ട് ചെയ്തു പോകുന്നതാണ്. റസൂൽ വഫാത്തായ സമയം മദീന വിട്ടുപോയ ബിലാൽ റബാഹ, വാളൂരി റസൂൽ മരിക്കുകയോ എന്ന് പറഞ്ഞു ചാടി വീണ ഉമർ തങ്ങൾ, ഇവരൊക്കെ ഈ ചെയ്തത് റസൂലിന്റെ കൽപ്പനയാണോ? അവരുടെ മുഹബ്ബത്ത് പ്രകടിപ്പിച്ച രൂപം അങ്ങനെയായിരുന്നു. അതൊക്കെ എടുത്ത് ബിദ്അത്തിന്റെ കോട്ടയിലേക്ക് തള്ളുന്നവർ സൂക്ഷിക്കുക. അല്ലാഹു കാക്കട്ടെ. റസൂലിനെ സ്നേഹിക്കാനും മുഹബ്ബത്ത് പ്രകടിപ്പിക്കാനും അവിടുത്തെ മദ്ഹ് പറയാനും പാടാനും അവിടുത്തെ കൊണ്ട് സന്തോഷിക്കാനും എല്ലാം ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അവയെക്കുറിച്ച് ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിൽ ചെറുതായി വിശദീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ റസൂലിനോടുള്ള മുഹബ്ബത്ത് കൊണ്ട് അവിടുത്തെ ജനിച്ച മാസത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു എന്നതുകൊണ്ട് ഒരാളെ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നുവെങ്കിൽ പിഴച്ചത് അവർക്കല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്തയാണ് പിഴച്ചത്. അല്ലാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും.